ഹായ്, ലിറ്റിൽ കപ്പിളിന്റെ ഒരു വീഡിയോ കാണാനിടയായ പയ്യൻ വളരെ വിഷമത്തോടു കൂടി വളരെ വേദനയോട് കൂടി ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു വൾഗർ സാധനത്തിനെ പറ്റി കുട്ടി അവന്റെ ചാനലിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. കേൾക്കാം. ഹായ്, ലിറ്റിൽ കപ്പിൾസ് ആണ്, അമലൂസാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനിടുന്ന വീഡിയോൻ്റെ ഇടയിൽ ഒരുത്തം വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അവനോട് സംസാരിച്ചു. അപ്പോൾ കമൻറ്റിന് വേറെ റിപ്ലൈ തന്നില്ല. എൻ്റെ കമൻറ്റിന് വേറെ റിപ്ലൈ തന്നില്ല. കൂടുതൽ വീണ്ടും എനിക്കെതിരെ സംസാരിച്ചപ്പോൾ ഞാൻ വീണ്ടും കമൻറ്റ് ഇട്ടു. അവൻ്റെ മെസ്സേജിൽ പോയി മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ ആൾ ഇൻസ്റ്റാഗ്രാം യൂസർ എന്ന് പറഞ്ഞാക്കി. അത് കഴിഞ്ഞ ആൾ ഫേസ്ബുക്കിൽ വന്ന് എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടു. ഈ കമൻറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഇത് രോമം തന്നെയാണ്. മീശമേലുള്ള രോമ, താടിമേലുള്ള രോമ. നീ ഇതെങ്ങനെയാണ് പഠിക്കൽ? എന്താ പറയുക, എന്തൊരു കാര്യം പറയുന്നത് കേട്ടിക്ക്. ഇത്തുപൊടിയുള്ള കത്രി എടുത്തിട്ടാണോ വെട്ടൽ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും എന്താ പറയുക, എല്ലാവരും മീശയും താടിയും പഠിക്കാൻ എന്താണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഞാനും ഉപയോഗിക്കുന്നത്. ഞാനും എന്താ പറയുക, ഒരു 28 വയസ്സായിട്ടുള്ള ആളുമായിട്ട് ഒരു വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എനിക്കിത്തിരി ഹൈറ്റ് കുറവാന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. ഈ അതേ പറയാനു, ഇങ്ങോട്ടേക്ക് വരരുത്. കമൻറ്റും കാര്യങ്ങളിട്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ നിങ്ങളൊന്നിനും വന്ന് ചെയ്യുന്നില്ലല്ലോ. ഞാൻ എൻ്റെ റീലിട്ടിട്ട് ഞാൻ പോകുന്നു. നിന്നൊന്നും ഞാൻ എൻ്റെ റീലിൽ വന്ന് കാണണം എന്നൊന്നും പറയുന്നില്ലല്ലോ. പല രീതിയിലുള്ള കമൻറ്റുകളാണ് ഇടുന്നത്. ആ ചോദ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഞാനത് കൂടുതലായിട്ട് എന്താ പറയുക, സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അതെനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഇതുവല്ല ഉള്ളത്. എനിക്കതിനെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കാര്യം പറയാം. എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരൊക്കെ അനുഭവിക്കുന്നത് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്. നിനക്ക് അങ്ങനെയുണ്ടോ, നിനക്ക് ഇതിന് മാത്രമുണ്ടോ? കുറച്ചൊരു ഉളുപ്പ് വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ? എനിക്കൊരു 28 വയസ്സായുള്ള ഒരു പയ്യൻ തന്നെയാണ് ഞാനും. കുറച്ച് ഹൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം. എന്നെ നിങ്ങളിങ്ങനെ സമ്മതിക്കല്ലെങ്കിൽ ഇതിനായിട്ട് കുറച്ച് ഫേക്കായിട്ട് ഇത് തുനിഞ്ഞിറങ്ങാൻ ആൾക്കാരുണ്ട്. എന്തായാലും ആരും മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കൂല. എല്ലാവരും എന്നെ കളിയാക്കി അതൊക്കെ ഞാൻ സേഡായ സമയം. ഇന്നെനിക്ക് ജയിച്ച് കാണിക്കണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ആക്ച്വലി ഇത് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയാമോ? സ്ഥിരമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, എന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. ജന്മനാ വൈകല്യമല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തന്നെ ബിഗ് ബോസ് ഫെയിമായ ഒരു ആളുണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ ടൈം ലൈനിലും പോയിട്ട് ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കാലിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് അയാൾക്ക് കാലിന് ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ, ചെറുതാണ്, വളരെ ചെറിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് അവനെ പോയി കളിയാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന കുറേ മാനസിക വൈകല്യമുള്ള മനുഷ്യരാണ്. നമുക്കൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം, ഇപ്പോൾ എനിക്ക് വന്നത് ഇടയ്ക്ക് ഹസ്ബൻഡ് മരണപ്പെട്ടതോട് അനുബന്ധിച്ചിട്ടാണ് എനിക്കൊരു സൈഡ് പാരലൈസായി വയ്യാതായിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ പരാതിയും കേസും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സംഗതിക്ക് എഗൻസ്റ്റ് ആയിട്ടായിരുന്നു, ചട്ടുകാലി എന്നുള്ള ആ ഒരു വിളിക്ക്. സോ ഐ ആം ഹാപ്പി അവർക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞവർക്ക് ഏകദേശം മിക്കവാറും ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ ഏറ്റവും വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് നടക്കാൻ കഴിയാതെ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ കേസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്ക കുറവാണ്. അത് അവർക്കുണ്ടാക്കുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, അവർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. മേ ബി അവർക്ക് കെയറിങ് ഒക്കെ കിട്ടുമായിരിക്കാം. പക്ഷെ ഹൈറ്റുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഹൈറ്റ് കുറഞ്ഞ ഒരു 2 പേര്, ഇവർ 2 പേർക്കും അതേ പൊക്കമാണ്. നമുക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു വ്യത്യസ്തതയും തോന്നത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ഇതായിട്ട് നടക്കുന്ന 2 കുട്ടികളാണ്. എനിക്കിവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ ഭാര്യയാണ്, ഒരുപാട് ഭംഗിയുള്ളൊരു കുട്ടി, നല്ല ശാലീനതയുള്ള നല്ലൊരു മോളാണ്. കാണാൻ നല്ല രസമാണ്. ഇവരുടെ വ്ളോഗിങ് ഒക്കെ കാണാൻ നല്ല ഇതാണ്. അധികമൊന്നും അവരങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, വല്ലപ്പോഴും ഒക്കെ ഇടും. ആ കുട്ടിയെ ശുണ്ടി പിടിപ്പിച്ചിട്ട് ഇടുന്നതൊക്കെ കാണാറുണ്ട്. നല്ലത് തന്നെയാണ്, അവൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, നോട്ട് ഇൻട്രസ്റ്റഡ് അടിക്കാം, പോകാം. ഇതെന്താണെന്നറിയാമോ? അസൂയ. നമുക്കൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ രീതിയിലും ഓക്കെയാണ്. പക്ഷെ നമുക്ക് സക്സസ് നേടിയെടുക്കാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ തോന്നുന്ന കുത്തിക്കഴപ്പ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കമൻസുകൾ ഇടുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ നിയമം മൂലമാണ് നിങ്ങൾ നേരിടേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല. ഇങ്ങനെ ബാഡ് കമൻ്റ് ഇട്ട് മെൻ്റലി ഹറാസ് ചെയ്യുന്നതിന് കുറച്ച് മെനക്കെടണം, ഇച്ചിരി മെനക്കെട്ടാൽ മതി. മെനക്കെട്ടാൽ ഇവർക്കൊക്കെ പണി കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ വയ്യായ്മയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സാമൂഹ്യനീതി വകുപ്പുണ്ട്. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഉള്ള അധികാരത്തിനേക്കാൾ ഉപരി ഒരു പടി കൂടുതലാണ് അവർക്ക്. അവർ നമ്മളുടെ പ്രശ്നം വളരെ ഇതായിട്ട് കേൾക്കും. ഇതിനെതിരെ നടപടിയെടുക്കാൻ അതത് വകുപ്പുകളിലേക്ക് അവർ നിർദ്ദേശം കൊടുക്കും. എന്നിട്ടും ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് കോടതിയെ സമീപിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. 10 പൈസ ചിലവാകത്തില്ല, നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്.
പിന്നെ ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നവരുടെ വൈകല്യം, ബോധമില്ലായ്മ, വട്ട്, ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഒരു വട്ട് ബിന്ദു എന്നെ പിന്തുടർന്ന് ഫേക്ക് ഐഡികൾ കൊണ്ടുവന്ന് തള്ളി മറിക്കുന്നുണ്ട്. കുറേ കാലം മുന്നേ എന്നെ ഇപ്പോൾ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും, എന്നെ നാളെ തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇത് കേൾക്കുന്നവർക്ക് ഒരു വെപ്രാളം ഉണ്ടാകും. നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഓടി വന്ന് ചോദിക്കും, എന്താ ചേച്ചി ആ പറയുന്ന സത്യമുണ്ടോ, അങ്ങനെയുണ്ടോ, നിങ്ങളിപ്പോഴും ഉണ്ടോ, ഒരു ദിവസം പോലും വീഡിയോ ഇടാതെ ഒരു ദിവസം അങ്ങ് വിട്ടേക്കാന്ന് വെച്ചാൽ അപ്പോഴും കോൾസുകളുടെ ബഹളമായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും വന്നിരുന്ന് പറയുന്ന ഒരവസ്ഥ എനിക്കുമുണ്ട്. അത് ഈ വട്ടുബിന്ദുവിനെ പോലുള്ള വട്ടത്തികൾ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് വന്ന ഒരു കമൻറ്റ്, ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു റോബിനെ ബേസ് ചെയ്തിട്ട്, അതിനകത്തേക്ക് ഒരു കാരണവശാലും വരേണ്ട ഒരാവശ്യമില്ലാത്ത 2-3 കമൻറ്റുകൾ ഞാനിവിടെ ചേർത്ത് വയ്ക്കാം. ചാത്തന് കൊടുത്തിട്ടുണ്ട്. അത് സിഗ്മ ബോയ് എന്ന് പറയുന്ന ഈ ഒരു ഫേക്ക് ഐ ഡി ആണ്, അത് റിയൽ ഐ ഡി ഒന്നുമല്ല, ഫേക്ക് ഐ ഡി ആണ്. ചാത്തന് കൊടുത്തിട്ടുണ്ട്, നിന്റെ മകൻ ചത്ത് മലയ്ക്കുന്ന കാഴ്ച നീ കാണും, കുടുംബം കലകി, വെടികളല്ലാത്ത ആരും നിന്റെ വീഡിയോ കാണാറില്ല, നീയോ വെടികളെ സുഖിപ്പിച്ചോ. കുടുംബം കലക്കി, വെടികളല്ലാതെ അടുത്ത അതിലിട്ടപ്പം ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫീഡിലേക്ക് വരത്തില്ല, പകരം അത് സ്റ്റോറാക്കി മാറ്റി വെക്കും. ഞാൻ നോക്കിയതിന് ശേഷം വെരിഫൈ ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ അത് ഫീഡിലേക്ക് വരും. അപ്പോൾ അത് ഒരെണ്ണത്തിൽ ഇട്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഉടനെ അടുത്ത ഫേക്ക് ഐ ഡി, സെയിം ഫേക്ക് ഐ ഡിയാണ്, ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് കുടുംബം കലക്കി, വെടികളല്ലാതെ ആരും നിന്റെ വീഡിയോ കാണാറില്ല, നീ ആ വെടികളെ സുഖിപ്പിച്ചു. സെയിം സാധനം അടുത്തൊരെണ്ണം. ഇനി 3-ാമതൊരെണ്ണം വന്നിട്ടുണ്ട്, ഇഹലോകത്ത് അനുഭവിച്ച് തീരാതെ പരലോകത്തും നീ നരയിക്കും. എന്താ പറയാന്നുള്ളത്. അടുത്തത് ബിബ, ഫേക്ക് ഐ ഡികളുടെ ഒരു പൂരമാണ്. കാളിയുണ്ട് കൂടെ, നീ ഒരു അമ്മയല്ല, നീ മകന്റെ ശവം കാണും, കുടുംബം കലക്കി, വെടികളല്ലാതെ ആരും നിന്റെ വീഡിയോ കാണാറില്ല, നീ ആ വെടികളെ സുഖിപ്പിച്ചു. സെയിം ആളാണെന്ന് മനസ്സിലാക്കാൻ സെയിം കമൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അടുത്തത്, സമാധാനത്തോടെ ഉറങ്ങാൻ നീ കൊതിക്കും, ജീവിതത്തിൽ നിന്നെ എല്ലാവരും വെറുത്തിട്ടേ ഉള്ളൂ. അടുത്തത്, ഇഹലോകത്ത് നിന്ന് അനുഭവിച്ച് തീരാതെ പരലോകത്ത് നീ നരകിക്കും, സമാധാനത്തോടെ ഉറങ്ങാൻ നീ കൊതിക്കും. ഈ പറഞ്ഞ സാധനം ഡോക്ടർ റോബിൻ്റെ ഇതിനകത്ത്, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നല്ല കാര്യമേ പറയുന്നുള്ളൂ, അതിനകത്ത് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ സപ്പോർട്ടേഴ്സ് അല്ലാന്ന് മനസ്സിലാക്കാൻ അത്രയും മതിയേ. ഈ ഒരു 3 സെഗ്മെന്റ് ഞാൻ എടുത്ത ശേഷം ഇവരെയൊക്കെ ഞാൻ ഹൈഡ് ഫ്രം ചാനലാക്കി. എനിക്ക് ഇവരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ മകനെ കൊന്നുകളയും, ചാത്തൻ സേവയുണ്ട്, അതുണ്ട്, ഇതെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മുടെ ലോകത്ത് ചാത്തനാണ് വിജയിക്കുന്നത്, അല്ലെങ്കിൽ തീയ ശക്തികളാണ് ജയിക്കുന്നതെങ്കിൽ ഇവിടെ എത്രയോ മനുഷ്യരില്ലാണ്ടായി പോകും. തീയ ശക്തികൾക്ക് വെല്ലാൻ, തീയ ശക്തികളെ അടിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തവണയും ഓരോ അവതാരങ്ങൾ ഉണ്ടായി വരുന്നത്. ചാത്തനെ വെല്ലാൻ നരസിംഹത്തിനെ കൊണ്ട് പറ്റുവേ? നരസിംഹമാണല്ലോ ആത്യന്തികമായി ഇത്തരത്തിലുള്ള കൂടോത്ര കൊടിയ ചാതകൾക്കെതിരെയെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം നീ ചാത്തനെ പിടിച്ചാൽ ഞാൻ നരസിംഹത്തിനെ പിടിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. നന്മ എവിടെയുണ്ടോ അവിടേക്ക് ഇരച്ചു കയറി വരും. ഇത്തരം കമൻസ് ഒക്കെ നമുക്കും വരാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടാൽ സത്യത്തിൽ ഇത്രയേ ഉള്ളൂ പ്രശ്നം. അവർക്കില്ലാത്തത് നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന കലിപ്പ് മാത്രമാണ് ഇതിൻ്റെ ബിഹൈൻഡ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഭാഗത്ത് ഇല്ല, അവർക്കില്ല. ഇത് ഇല്ലാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. എന്ത്? സന്തോഷം, സമാധാനം, സ്വസ്ഥത, അത്യാവശ്യം സ്വസ്ഥമായി ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ തോന്നുന്ന കുത്തിക്കഴപ്പ്. അപ്പോൾ എനിക്ക് നോക്കുന്നത് എവിടെയാണ്? എൻ്റെ വയ്യായ്മയെ തൊടുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ തൊടുമ്പോഴാണ് എനിക്ക് നോക്കുന്നത്. ആ ഒരു സംഗതി എന്നെ അവരിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. പോക്കൃത്തരങ്ങൾ പറയും. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പറയുക, ദൈവത്തിൻ്റെ അടുത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ്. ബാക്കി അവിടുന്ന് ചെയ്തോളും, അല്ലെങ്കിൽ നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. ഈ ഫുൾ ഐ ഡി ഞാൻ എടുത്തിട്ട് എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ആരിട്ടെന്നുള്ളത് കൃത്യമായിട്ട് സൈബർ സെൽ എനിക്ക് പറഞ്ഞു തരും, അപ്പോഴും മനസ്സിലാകും. പിന്നെ ഒരു കാര്യമുണ്ട്, തുറന്ന് തന്നെ വന്ന് 10-17 ഐ ഡി ഉണ്ടെന്ന് പറഞ്ഞൊരു സാധനം, പിന്നെ നമ്മളിനി അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു എവിഡൻസ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യും എന്നതിനപ്പുറം ഇതിന് ഞാൻ വലിയ വാല്യൂ കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ പയ്യനോട്, അതായത് ഇപ്പോൾ ഇത് പറഞ്ഞ ആ കുട്ടിയോട് പറയുന്ന ആ ലിറ്റിൽ കപ്പിളിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബെസ്റ്റാണ്, സൂപ്പറാണ്, നിങ്ങളെ കണ്ട എല്ലാവർക്കും അസൂയയാണ്, ഇൻക്ലൂഡിങ് മീ. എനിക്കും നിങ്ങളുടെ ഹാപ്പിനെസ്സും ആ കുട്ടി അത്ര മതിയെന്നേ. ആ ഒരു ഇതിനകത്ത് നമുക്കൊരിക്കലും നമ്മുടെ പ്രായം മനസ്സിലാകത്തില്ല, അത്രയും ഭംഗിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയും അങ്ങനെയാണല്ലോ, പൊക്കെ കുറവാണ്, പക്ഷെ കാണാൻ എന്താ ഭംഗി. അതുപോലെ നല്ല ആക്റ്റീവുമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്രമീകരിക്കുക നിങ്ങളുടെ വീട്, നിങ്ങളിലേക്ക് നിങ്ങൾ ചുരുങ്ങുക എന്നുള്ളതാണ്. മറ്റുള്ളവരെന്തോ പറയട്ടെ, നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ അത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ കുട്ടി കരയണ കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ. എന്തിനാ കുഞ്ഞെ കരയണേ? ഇവറ്റകൾക്ക് തലയ്ക്ക് സുഖമില്ല. നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരല്ല നിങ്ങളെ വീക്ഷിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ഒരു വീഡിയോ വരാൻ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ
നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോബാണത്. അത് ഒരു ഇൻസ്പിറേഷനാണ്, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്. മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് അവർക്കൊരു ഇതാണ്, ഇവർക്ക് ഇത്ര ഇതൊക്കെ ഉണ്ടായിട്ട് അവരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എന്താ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാനില്ലാത്ത കഴുതകൾ നിങ്ങളുടെ പിറകെ നടന്ന് നിങ്ങളെ ശല്യം ചെയ്യും. ഇത് അവർക്കുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ അവർക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രതയോ ഒന്നുമല്ല. നിങ്ങളെ എങ്ങനെ നോവിക്കാം എന്നുള്ളത് അവർ നോക്കുന്നതാണ്. ഇതിൽ നീ വന്ന് കരഞ്ഞു വീണു, ആ ഒരു കാര്യം മാത്രം മതി അവറ്റകൾക്ക് അതെടുത്ത് വെച്ചിട്ട് ആഘോഷിക്കാൻ. അപ്പം നമ്മൾ എവിടെയെന്നറിയാം, നമ്മൾ എവിടെയാ ജയിച്ച് നിൽക്കേണ്ടതെന്നറിയാമോ? നമ്മളെ നോവിച്ചാൽ, നമുക്ക് നോകുമെന്ന് തോന്നുന്ന സാധനങ്ങളിലിട്ട് കുത്തുമ്പോൾ നമുക്കത് പില്ലാണെന്നുള്ള രീതിയിൽ നിന്ന് നോക്കിക്കുകയാണ്. ഇവറ്റകൾ തോറ്റു തുന്നം പാടും. ഇഗ്നോറൻസ് ആണ് ഏറ്റവും നല്ല വരുന്നത്. ചിലയിടങ്ങളിൽ മൗനമാണ് യഥാർത്ഥത്തിലുള്ള മറുപടി എന്ന് ഞാൻ പറയും. ചിലയിടങ്ങളിൽ വേണ്ടടുത്ത് പറയണം, വേണ്ടാന്നല്ല. പക്ഷെ ഇവിടെ വന്ന് കരഞ്ഞു കാണിക്കാൻ നിൽക്കേണ്ടായിരുന്നു. നിങ്ങൾക്കത് ഹേർട്ട് ചെയ്തു എന്ന് കണ്ടില്ലേ? ഇനി നോക്കിക്കോ, ഇഷ്ടമാതിരി ഇങ്ങനത്തെ കമൻസ് വരും. കാരണം പർപ്പസിൽ നിങ്ങളൊന്ന് കരഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളൊന്ന് വിഷമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ യാതൊരു സാറ്റിസ്ഫാക്ഷനോ ഒരു രീതിയിലുള്ള ഉയർച്ചയോ കിട്ടാത്ത നികൃഷ്ട ജീവികളായ ജന്തുക്കൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നുള്ളത് തിരിച്ചറിവാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യവും ഇല്ലാണ്ടാണ് കൊച്ചുകാരനെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പ്രായമുള്ള ഒരു കുട്ടിയല്ലേ, 28 വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ, നീ ഇങ്ങനെ വിഷമിക്കുമ്പോൾ ഇത് കാണുമ്പോൾ നിന്റെ കൂടെയുള്ള പാർട്ട്ണർക്ക് എത്ര സങ്കടം ഉണ്ടാകും, നിന്നെ സ്നേഹിക്കുന്നവർക്ക് എത്ര വിഷമം ഉണ്ടാകും. എന്തിനാ അവരെയൊക്കെ വിഷമിപ്പിക്കുന്നത്? അപ്പം ഇതെല്ലാം മറന്നേക്കുക. അവരെന്തോ പറയട്ടെ, നല്ല ഓപ്ഷൻസ് നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് പോയിട്ട് അവൻ ഇനി ഒരു ഫേക്ക് ഐ ഡി ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നാൽ നിന്നിലേക്ക് റീച്ച് ആകാതിരിക്കാൻ അവിടെ പോയി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ഇച്ചിരി നേരം മെനക്കെടണമെന്നല്ലേ ഉള്ളൂ. വരട്ടെ, കൂടുതൽ മെസ്സേജ് വന്നാൽ കൂടുതൽ ബ്ലോക്ക് ചെയ്യുക. തോന്നിവാസവും തെണ്ടിത്തരവും എഴുതുന്നവരെ നമ്മുടെ ടൈം ലൈനിൽ വേണ്ട എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. നമ്മുടെ പരിധി നമ്മൾ നിശ്ചയിക്കാൻ പറ്റും. അവർക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. എന്നിട്ടും റിപ്പീറ്റഡ്ലി ഇത് ചെയ്യുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാതിരിക്കുക സമയം. ഇതിൻ്റെ അപ്പുറവും പറയും, നമ്മളെ ശല്യം ചെയ്യും, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ അവരൊരു പ്രത്യേക സുഖം കണ്ടെത്തും. അത്തരത്തിലുള്ള മാനസിക രോഗികൾക്ക് അതേ ഇഗ്നോറൻസ് കൊടുത്ത് ചവിട്ടി അങ്ങ് ദൂരെ എറിയുക എന്നുള്ളതാണ് ആത്യന്തികമായി ചെയ്യേണ്ടത്. പിന്നെ കരഞ്ഞ് ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കരയുമ്പോൾ ഒത്തിരി പേര് വിഷമിക്കും. കാരണം നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും. 99% ഹാപ്പി ആയിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ 1% നിങ്ങൾക്കെതിരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് കരയുമ്പോൾ നിങ്ങൾ ഈ 99%-നെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. കീപ് ഗോയിങ്. സൂപ്പറാണ് നിങ്ങളെ കാണാൻ വേണ്ടി അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മൈസെൽഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ചെയ്യുന്നുമുണ്ട് നിങ്ങൾ. പിന്നെ പരസ്പരമുള്ള ആ കുശുമ്പ് കുന്നായ്മ അത് ഓവറാകുമ്പോൾ പ്രശ്നമാണ്. എന്നാലും ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഠിനമായ കമൻസ് വന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ ഞാനതിനെ ഡിലീറ്റ് ചെയ്ത് ഹൈഡ് ഫ്രം ചാനലിൽ നിന്ന് കളഞ്ഞ് അങ്ങനെ കയറി ഇരിക്കണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ആൻഡ് പിന്നെ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട ആ ഒരു വെടക്ക് സാധനത്തിനോട് എനിക്ക് 2 ആൺമക്കളുണ്ടേ, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതില്ലാത്തവർക്ക് ആ വേദന തോന്നും. അവരുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയാൽ സക്സസ് ആകുമെന്ന് തോന്നും. അപ്പോൾ ദൈവം പ്രവർത്തിക്കും. ലാളിക്കാനും ഓമനിക്കാനും വളർത്താനും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവമാണ് തരുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നന്മയുള്ളത് കൊണ്ടാണ്. നമ്മുടെ നന്മ കൊണ്ടാണ് ആ കുട്ടികൾക്ക് ആരോഗ്യം ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ദൈവം വിചാരിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ. ഏത് സാത്താൻ വിചാരിച്ചാലും ഒരു കുന്തം ചെയ്യാനൊക്കത്തില്ല. ദൈവം കൂടെ വിചാരിക്കണം. അല്ലെങ്കിൽ എന്നിൽ ആ നന്മയില്ല എന്നും കൂടെയല്ലേ അർത്ഥം. ഇനി അഥവാ അങ്ങനെ ഒരു തീരുമാനം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ എത്രയോ പേരത് സഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു തിന്മയ്ക്ക് കൂട്ടു നിന്നുകൊണ്ട് ദൈവം അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് എനിക്ക് തരത്തില്ല. നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി നഷ്ടങ്ങളിൽ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഞാൻ. അതൊക്കെ കരകയറി ഇവിടെ വന്നിരിക്കാമെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അപ്പോൾ ഇത്രയും എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. കൊച്ച് ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ചെയ്യാറ്. ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് മുൻപോട്ട് പോവുക. പറയുന്ന മാനസിക രോഗികൾക്ക് അങ്ങനെ ഇരുന്ന് പറയട്ടെ. നമ്മൾ എപ്പോഴാണ് വിജയിക്കണമെന്ന് അറിയാമോ? ഇത്തരത്തിൽ മാനസിക രോഗത്തോടു കൂടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അസൂയാലുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന് അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് നമ്മൾ പറന്ന് കയറുക. അവിടെയാണ് നമുക്ക് യഥാർത്ഥ വിജയം വരുന്നത്. പോയി പണി നോക്കി പില്ലേന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് തന്നെ പോകുക. നീ എന്ത് ചെയ്തു, ഷേവ് ചെയ്തോ, കട്ട് ചെയ്തോ ഇല്ലയോ, ഇതൊക്കെ അവനോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അത് കേട്ടാൽ ഉടനെ വിഷമിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നന്ദി.